ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങളാണ് ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ദൈവീക ജ്ഞാനത്തിൽ കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ബ്രദർ ഡാമിൻ ഈ സന്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവീക സന്ദേശത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടാകും. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ സോഷ്യൽ സ്റ്റഡീസും കണക്കും സയൻസും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതിലൊക്കെ നമുക്ക് ഈ ലോകത്ത് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്കത് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്ന ഇതുപോലൊരു ജ്ഞാനമാണ്, പക്ഷേ അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ജ്ഞാനം, ദൈവികമായിട്ടുള്ള ഒരു ജ്ഞാനമാണത്. എന്ന് വെച്ചാൽ ദൈവ വഴിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ദൈവിക രീതിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ് അല്ലേ, അപ്പം മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദൈവവചനം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം അതിനുവേണ്ടി ദൈവിക ജ്ഞാനത്തിൽ നിങ്ങളെ പണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കീ സ്പോൺസേഴ്സ് ചാലക്കുടിയിൽ നിന്ന് ബെൻസിൻ ജോസ്, താങ്ക് യു. ഇന്ന് മകൾ നെൽഡ മുത്തേടൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ നെൽഡ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മക്കളായ എഡ്വേർഡ്, നെൽഡ എന്നിവർ ദൈവകൃപയിലും ദൈവിക ജ്ഞാനത്തിലും വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ എഡ്വേർഡ് BBA പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. മകൾ നെൽഡയ്ക്ക് 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ അടുത്തൊരു സ്പോൺസർ കൂടിയുണ്ട്. അഹമ്മദാബാദിൽ നിന്നാണ് കീ സ്പോൺസർ ഉള്ളത്. P. അരുൺകുമാർ ആണ്. താങ്ക് യു ബ്രദർ അരുൺകുമാർ. ഇന്ന് മകൾ തൻവിയുടെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ തൻവി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന തൻവിക്ക് ജർമ്മൻ ഭാഷ വേഗത്തിൽ പഠിക്കുവാനും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും തൻവിയുടെ മൊബൈൽ അഡിക്ഷനും അലസതയും മാറുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഈ വെള്ളിയാഴ്ച ബ്രദർ ഡാമിൻ ദുബായിൽ എത്തിച്ചേരുകയാണ്. ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്തുണ്ട് മെഗാ ഫെസ്റ്റിവലുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ തന്നെ ഞായറാഴ്ചയും അവിടെ നടക്കുന്ന ആരാധനയിൽ ഞാൻ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് സ്നേഹപുരസ്സരം ഓർപ്പിക്കുകയാണ്. ഗ്ലോയുടെ രജിസ്ട്രേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശം, റെക്കഗ്നൈസിങ് ദ വോയിസ് ഓഫ് ഗോഡ്, ദൈവ ശബ്ദത്തെ തിരിച്ചറിയുക എന്ന് പറയുന്ന സന്ദേശത്തിലേക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കുന്ന ആഴ്ചയാണ് ഇന്നലെ. ഈ ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ കേൾക്കുന്നുണ്ട്, ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലെ ദൈവശബ്ദത്തെ ശ്രദ്ധിക്കുന്നത് കുറവാണ്. നമ്മൾ ഞായറാഴ്ച സഭായോഗത്തിൽ വരുന്നു, അല്ലെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കാൻ, കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വരുന്നു. ദൈവവചനം പലതും പല രീതികളിൽ, സാക്ഷ്യങ്ങളിലൂടെ, പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ ഒക്കെ, ദൈവവചന ശുശ്രൂഷയിലൂടെ ഒക്കെ ദൈവവചനം കയറിയിറങ്ങും. ഒരു 100 പേരുള്ളൊരു സഭയിൽ എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇന്ന് ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്? പലപ്പോഴും നമ്മൾ സഭായത്തിന് പോകുന്ന, അല്ലെങ്കിൽ ഞായറാഴ്ചകൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് പോകുന്നത് കുറച്ച് നാളങ്ങ് കഴിയുമ്പോൾ അതൊരു യാന്ത്രികമായ ഒരു പ്രോസസ്സായിട്ട് മാറാം, അല്ലെങ്കിൽ മതപരമായൊരു ചടങ്ങാക്കി മാറ്റാം. ഞായറാഴ്ച ആരാധനയ്ക്ക് കൂടും, അതുകൊണ്ട് പോയി. എന്താ മക്കളെ പ്രസംഗിച്ച്? ഭയങ്കര മെസ്സേജായിരുന്നു, ഭയങ്കരമായി. എന്താ പ്രസംഗിച്ചു? പക്ഷെ ഭയങ്കര മെസ്സേജായിരുന്നു. എന്താ മോനെ പ്രസംഗിച്ചത്? അത് എല്ലാം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇറ്റ് വാസ് റിയലി ടച്ചിങ്. ഭയങ്കരമായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് കുലുങ്ങി, അടിച്ചു, ആരായിച്ചു, കുറേ പേര് കസേരയിൽ നിന്ന് താഴെ വീണ് ഓടി നടന്നു. ഭയങ്കര സംഭവമായിരുന്നു. സംഭവിച്ചത്, ഈ കോലാഹലങ്ങൾക്കിടയിൽ എന്നോട് ദൈവം സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ചെറിയൊരു അംശം പോലും നമ്മിൽ തങ്ങി നിൽക്കുന്നില്ല. ഇത് കൂടാതെ വചനം വിതയ്ക്കുമ്പോൾ, വചനം പറയുമ്പോൾ അത് കൊത്തിക്കൊണ്ടുപോകാൻ പറവകൾ ഇങ്ങനെ നടക്കുക. പറവകൾ ദുരാത്മാക്കളാണ്. അശ്രദ്ധയോടെ
ആരാധനായോഗത്തിലിരുന്ന് വചന ശുശ്രൂഷയുടെ സമയത്തിരുന്ന് കുറേ നേരം ഉറങ്ങി കോട്ടുവായലിട്ട് പിന്നെ മൊബൈലിലൊക്കെ ഒന്ന് നോക്കി ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ കേട്ടില്ല എന്ന് വരുത്തി നമ്മളടുത്ത പരിപാടിക്ക് പോവുക. പക്ഷെ ആരാധനയ്ക്ക് പോയി എന്നൊരു തൃപ്തി. പക്ഷെ യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ പരാതി പറഞ്ഞു. നിങ്ങൾ കാതുകൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു, കാലോസ് ആയിരിക്കുന്നു, തഴമ്പിച്ചിരിക്കുന്നു. ഹൃദയത്തെ അത് എങ്ങനെ പറയണ്ടേ, ഹൃദയത്തിലോട്ട് അത് പ്രവേശിക്കുന്നില്ല. കല്ല് പോലിരിക്കുന്ന ഹൃദയമാണെങ്കിൽ ഒന്നും അതിൻ്റെ അകത്തോട്ട് കയറിയില്ല. അത് ദൈവത്തിന് സങ്കടമാണ്. ഇത്രയൊക്കെ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ മക്കൾ, എൻ്റെ പിള്ളേരൊന്നും കേൾക്കുന്നില്ല. ആ സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനും അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും ഒക്കെയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടർന്നും പ്രാർത്ഥിക്കുക. 1 ശമൂവേൽ 3-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 1 Samuel chapter 3 verse number 1 through 10. ആദ്യത്തെ 10 വചനങ്ങളെടുത്ത് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണത്. അവിടെ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ സങ്കടമുള്ളൊരു സ്ത്രീ, ഹന, സങ്കടമുള്ളൊരു സ്ത്രീ, കുഞ്ഞുങ്ങളില്ല. മാത്രമല്ല ഭർത്താവിന് അന്നത്തെ കാലത്താണ് 2 ഭാര്യമാർ. മറ്റേ സ്ത്രീക്ക് എല്ലാ വർഷവും കുഞ്ഞുങ്ങളുണ്ടാകുന്നു, തനിക്ക് ഒരു കുഞ്ഞു പോലുമില്ല. കുഞ്ഞില്ല എന്ന ദുഃഖത്തിലുപരി ഈ ഭർത്താവിൻ്റെ 2ാം ഭാര്യ തന്നെ ഭയങ്കരമായി കുത്തി നോവിക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്ത് മനസ്സ് തകർന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറഞ്ഞു, ഒരു ആൺകുഞ്ഞിനെ തന്നാൽ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ ദാസനായി ഞാനത് തിരിച്ചു തന്നേക്കാം, എൻ്റെ നാണക്കേടൊന്ന് മാറ്റിയാൽ മതി. ഇന്നത് കാണുന്നവർ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ കാണും. നാണക്കേട് മാറാനെങ്കിൽ ഈ മനുഷ്യരുടെ മുമ്പിൽ, അയൽക്കാരുടെ മുമ്പിൽ, സഭാജനങ്ങളുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ നാണക്കേട് മാറ്റാനെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇത് ബ്ലെസ്സിങ് ടുഡേ ആണ്. ഇന്നും ദൈവം അനുഗ്രഹം തരും. ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹം തരും. സംഭവിച്ചത് 1-ാം അധ്യായത്തിൽ അവൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടിയായി അവൾക്കൊരു കുഞ്ഞു പിറന്നു, ശമൂവേൽ എന്ന് പേരിട്ടു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ബാലനെ അവൾ നേർന്നതുപോലെ, ദൈവത്തോട് പറഞ്ഞതുപോലെ തന്നെ ബാലനെ കൊണ്ടുവന്ന് അന്ന് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന പുരോഹിതനായിരുന്ന ഏലി പ്രീസ്റ്റ് ഏലി പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ആൾക്ക് വേണേൽ ചിന്തിക്കാം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നോമ്പ് നോറ്റ് ഒത്തിരിയൊക്കെ നിറച്ച് നേർന്ന് കിട്ടിയ കുഞ്ഞാ, ഇത് അടുത്തതിനെ കൊടുക്കാം എന്ന് പറഞ്ഞ് അവൾ മനസ്സ് മാറ്റിയില്ല. സോ ഈ ബാലനെ ദൈവമുമ്പാകെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം 2 റോളിലും ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടുപോയി അന്ന് ശുശ്രൂഷയിലായിരുന്ന അവിടുത്തെ പുരോഹിതനായിരുന്ന ഏലിയുടെ മുമ്പാകെ കൊണ്ടുപോയി സമർപ്പിച്ചു. ഈ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പോന്നു. ചെറിയ ബാലനാണ്, പക്ഷേ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. പള്ളിക്കൂടത്തിൽ, നമ്മുടെ ഇന്നത്തെ കോൺടെക്സ്റ്റിൽ പറയാം, സ്കൂളിലൊന്നും വിട്ടില്ല, വേറെ പരിപാടിക്ക് വിട്ടില്ല, എൻജിനീയറിങ്ങിന് വിട്ടില്ല, എയറോനോട്ടിക് പഠിക്കാൻ വിട്ടില്ല, മെയിൽ നേഴ്സ് ആക്കിയില്ല, ആർക്കിടെക്റ്റ് ആക്കിയില്ല, ഡോക്ടർ ആക്കിയില്ല, നേരെ കർത്താവിന് മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. വാവ്! ഏതൊരു പ്രൊഫഷനേക്കാളും ഏറ്റവും വലിയ പ്രൊഫഷനാണ് ദൈവിക ശുശ്രൂഷ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇനി ഏത് പ്രൊഫഷനോട് കൂടെയും അത് ചെയ്യാനും പറ്റും, ഫുൾ ടൈം ആകണമെന്ന് നിർബന്ധമില്ല. ഏതായാലും ഇവനെ ദൈവത്തോട് പറഞ്ഞ വാക്ക് നിറവേറ്റാൻ വേണ്ടി കൊണ്ടുപോയി ദൈവസന്നിധിയിൽ കൊടുത്തു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഇത് വളരെ ചിന്തിക്കേണ്ടൊരു സംഭവമാണ്. ആ കാലത്ത് എന്ന് വെച്ചാൽ ഏലി പുരോഹിതൻ ശുശ്രൂഷിക്കുന്ന ഈ കാലത്ത്
എന്ന് വെച്ചാൽ ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ന്യായാധിപന്മാർ എന്ന് പേരുള്ളൊരു പുസ്തകം തന്നെയുണ്ട്. ദ പീരീഡ് ഓഫ് ജഡ്ജസ്. ദൈവം ജനത്തെ പരിപാലിക്കുവാൻ ജഡ്ജസ് അല്ലെങ്കിൽ ന്യായാധിപന്മാർ എന്നറിയപ്പെടുന്ന പലരെയും അതത് കാലത്ത് എഴുന്നേൽപ്പിച്ച് ആ രീതിയിൽ ജനത്തെ പരിപാലിച്ച ഒരു കാലഘട്ടം. രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് കയറിയിട്ടില്ല. അതിനു മുമ്പുള്ളൊരു കാലഘട്ടം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഞാൻ ഇന്നലെ ധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ധാന്യം പൂഴ്ത്തി വെക്കുന്നവനെ ജനം ശപിക്കും. ധാന്യമുണ്ട്, അത് പൂഴ്ത്തി വയ്ക്കുന്നു. എന്നാൽ ധാന്യം ദുർലഭമായാലോ പിടിച്ചുപറിയായിരിക്കും, അല്ലേ? ഒരു വില്ലേജിൽ ഒരു 1500 പേരുണ്ട്. ആകെപ്പാടെ ഒരു ചാക്ക് അരിയേ ഉള്ളൂ. പിന്നെ അരി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഗോതമ്പ് കിട്ടാൻ വേണ്ടി, ധാന്യം കിട്ടാൻ വേണ്ടി തലക്കടിയായിരിക്കും. ഇവിടെ യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. വായ്? ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സിമ്പിൾ. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്ന ആളുകൾ ഇല്ലായിരുന്നു. ഏലി പുരോഹിതനാണെങ്കിലും ദൈവം മുമ്പാകെ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടു. അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെയില്ലായിരുന്നു. ദർശകന്മാരില്ല. ദൈവം സംസാരിക്കാൻ പറ്റിയ, ദൈവത്തിൽ നിന്ന് ദർശനങ്ങളെ സ്വീകരിക്കാൻ പറ്റിയവരില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അകന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ശുശ്രൂഷകർ എന്നറിയപ്പെടുന്നവർ പോലും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു. 2-ാം വചനം, ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ ബാലൻ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു. അവൻ നിഷ്കളങ്കനാണ്. അമ്മ നേർന്നു, ദേവാലയത്തിൽ വന്നു, പെട്ടകത്തിൻ്റെ അരികത്ത് കിടന്നുറങ്ങുന്നു. ആ കാലത്തൊരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. തനിക്ക് സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്ത് കിടന്ന് ഏലി ഉറങ്ങുകയാണ്. പ്രായമായി, കാണുവാൻ വഹിയാതെ വണ്ണം തൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയാണ്. ശരിക്കും തനിക്ക് കാഴ്ചയില്ല. ഒരുപക്ഷെ കേൾവി ശക്തിയും കുറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ദൈവത്തിൽ നിന്ന് ദർശിച്ച് കാണാനോ കേൾക്കാനോ ഉള്ള കഴിവ് അദ്ദേഹത്തിനില്ല. ഒരു ജോലി പോലെ, ഉദ്യോഗം പോലെ, അല്ലെങ്കിൽ പ്രൊഫഷൻ പോലെ, കരിയർ പോലെ, ഒരു ജോലി പോലെ പൗരോഹിത്യ വൃത്തി ചെയ്ത് അങ്ങനെ പ്രായമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പള്ളിയിൽ ആൾ വരും, പോവും, ആരാധന കാര്യങ്ങളും യാഗങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു പഠിച്ചാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ മക്കൾ ഹൊഫ്നിയും ഫിനെഹാസും അവർ ഇൻ്റർനാഷണൽ തെമ്മാടികളായിരുന്നു. മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചതേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്ന ദേവാലയത്തിനകത്ത് വെച്ച് ഈ ഹൊഫ്നിയും ഫിനെഹാസും എന്ന് പറയുന്ന ഈ 2 മക്കൾ സ്ത്രീകളെ അശുദ്ധരാക്കി, വേണ്ടാത്തത് പ്രവർത്തിച്ചു. യാഗം കഴിക്കുമ്പോഴും ഒരു മുപ്പല്ലി പോലത്തെ ഇത് കൊണ്ടുവന്ന് കുത്തി യാഗം കഴിക്കുന്നതിനിടയിൽ നിന്ന് ഇറച്ചിത്തുണ്ടങ്ങൾ എടുത്തുകൊണ്ട് പോയി അവർ കഴിച്ചു. യാഗത്തെ മലിനമാക്കി, ദേവാലയത്തെ അശുദ്ധമാക്കി, വഴിപിഴച്ച് നടക്കുന്ന മക്കളായിരുന്നു ഏലി പുരോഹിതൻ്റെ മക്കൾ. അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. 3-ാം വചനം, ഇതൊക്കെ ചുറ്റും നടക്കുമ്പോഴും, ഇതെന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു സംഭവമാണ്. ഇതൊക്കെ ചുറ്റും നടക്കുമ്പോഴും ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച കാര്യം, എന്നെ പറയേണ്ടത്, തൻ്റെ മുതിർന്ന, തനിക്ക് മാതൃക കാണിക്കേണ്ട, തന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന ഹൊഫ്നിയും ഫിനെഹാസും, അതും ഏലി പുരോഹിതൻ്റെ മക്കൾ, അവരിതുപോലെയുള്ള വഷളത്തരങ്ങളും വിക്കലായിട്ടുള്ള കാര്യങ്ങളും ദേവാലയത്തിനകത്തൊക്കെ ചെയ്യുന്നത് ശമൂവേലിന് കാണാമല്ലോ. ബാലൻ അത് കാണാം. അവൻ അതിൻ്റെ പുറകെ പോയില്ല. ഈ വഷളത്വത്തിലേക്കൊന്നും പോയില്ല. അതിനിടയിൽ അവൻ ദൈവകൃപയിൽ വളരുകയാണ്. ചിലർ
ചിലരൊക്കെ പറയാറുണ്ട്, ഈ ചില പാസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ ഭയങ്കര തെമ്മാടികളായിട്ട് നടക്കുക, ശുശ്രൂഷകരുടെ മക്കളൊക്കെ തല തിരിഞ്ഞു നടക്കുക. ഇത് കണ്ട് എൻ്റെ മക്കളൊക്കെ വഴിതെറ്റാതെ ജീവിച്ച മാതൃകയോടെ നമ്മളിവിടെ കാണുന്നു. ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ട്. അമാതൃകയായി ചുറ്റിലും പലതും കണ്ട് അകത്ത് ഭയങ്കരമായി നീറിയിട്ടുണ്ട്. എങ്കിലും അതിൽ കൂട്ടുകൂടാതെ ഞാൻ തീരുമാനിച്ചു, ആ വഴിക്ക് ഞാൻ പോകുന്നില്ല. പോകണമെന്ന് എന്താ ആരാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എതിർദിശയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് കണ്ട് ഒഫൻഡായി പിന്മാറ്റത്തിൽ പോയവരെ എനിക്കറിയാം. ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. സഭയ്ക്കകത്ത്, കൂട്ടായ്മക്കകത്ത്, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ഇടയിൽ, ശുശ്രൂഷകന്മാരുടെ മക്കളുടെ ഇടയിൽ, ശുശ്രൂഷക കുടുംബങ്ങളുടെ ഇടയിൽ പലതും അമാതൃകയായി നടക്കുന്നു എന്നതുകൊണ്ട് ഞാൻ വഴിപിഴക്കണമെന്നില്ലല്ലോ. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാൻ പോകും. പക്ഷേ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് വിശദീകരിച്ചോട്ടെ, കൂടെ നിൽക്കണേ. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടവരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കിടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു. അവൻ്റെ കിടപ്പ് എവിടെയാ? വേണ്ടാത്ത സ്ഥലത്തല്ല. അവൻ ദൈവം മുമ്പാകെ പെട്ടകത്തിൻ്റെ അടുക്കൽ, അഥവാ ദൈവ സാന്നിധ്യത്തിൽ അവൻ പോയി കിടക്കുകയാണ്. തൻ്റെ മൂത്ത സഹോദരങ്ങളെ പോലെ ഉള്ളവർ എല്ലാ വഷളത്വത്തിലും ജീവിക്കുമ്പോൾ താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിലാക്കി, ഈ ദൈവപുരുഷൻ്റെ മുമ്പിലാക്കി. അദ്ദേഹത്തിന് കണ്ണ് കണ്ടുകൂടാ, കാത് കേട്ടുകൂടാ, അദ്ദേഹത്തിന് വചനവും ഇല്ല, ദർശനവും ഇല്ല. പക്ഷേ എൻ്റെ അമ്മ ദൈവത്തിന് എന്നെ നേർന്നു. ഇതാ ഞാനിവിടെ ദൈവസന്നിധി. ഇത് നമ്മുടെ യൂത്ത് അൺലിമിറ്റഡിലുള്ളവരും ടീൻസിലുള്ളവരും വണ്ടർ കിഡ്സിലുള്ളവരൊക്കെ ഈ മെസ്സേജ് അപ്പനമ്മമാർ ഒന്ന് കേൾപ്പിക്കണേ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, വണ്ടർ കിഡ്സിലുള്ളവരൊക്കെ ഒന്ന് കേൾപ്പിക്കണേ. അവർക്ക് വേണ്ടി കൂടെയാണ് ഞാനിത് പറയുന്നത്. മാതാപിതാക്കളെ എൻകറേജ്മെൻറ്റിനും വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. 4, യഹോവ ശമൂവേലിനെ വിളിച്ചു. വാവ്! ഈ സമയത്ത് ദൈവം വന്ന് ഈ ശമൂവേലിനെ വിളിക്കുകയാണ്. അടിയൻ എന്ന് അവൻ വിളി കേട്ടു, ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ വിളി കേട്ടെങ്കിലും താൻ വിചാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏലി വിളിക്കും. ശമൂവേലേ, ശമൂവേലേ, കുറച്ച് വെള്ളം എടുക്കുക. ശമൂവേലേ, ആ തുപ്പാനുള്ള കോളാമ്പി ഇങ്ങ് എടുക്കുക. ശമൂവേലേ, എന്നെ ഒന്ന് പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. ശമൂവേലേ, ആ വേദപുസ്തകം എടുത്ത്. ഇങ്ങനെ നിരന്തരം ശമൂവേലേ, ശമൂവേലേ, ശമൂവേലേ. കാരണം തൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ, എല്ലാത്തിനെയും വിളിയാണ്. അപ്പോൾ രാത്രി ഉറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് വിളി. അപ്പോൾ അടിയൻ ഇതാ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. 5-ാം വചനത്തിൽ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നു കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. ശമൂവേൽ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടില്ല തന്നെ, അപ്പോൾ കിടന്നുറയ്ക്കും. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയനിതാ, ഹിയർ ഐ ആം, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അപ്പം ഈ വീണ്ടും വിളി കേട്ടപ്പോൾ 2ാമത്തെ പ്രാവശ്യം അതിനെ റിപ്പീറ്റ് ചെയ്തു. അടുത്തത്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടതുമില്ല. ചെറുപ്പകാലം മുതൽ സഭയ്ക്കകത്ത് വളരുന്ന, ശ്രദ്ധിച്ച് കേൾക്കണേ, എല്ലാ കുട്ടികളോടും യുവതി യുവാക്കന്മാരോടും എല്ലാവരോടും പറയാം, ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനമ്മമാരാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്, അല്ലെങ്കിൽ അപ്പനമ്മമാരുടെ അതിനു മുമ്പത്തെ തലമുറയിൽ ഒരു വിശ്വാസത്തായിരുന്നു. നിങ്ങൾ ഒരു വിശ്വാസി കുടുംബത്തിലേക്ക് ജനിച്ചു വീണു. എൻ്റെ മക്കൾ നെഹമായ, എമി, 2 പേരും മാതാപിതാക്കൾ വിശ്വാസത്തിലും ശുശ്രൂഷയിലും നിൽക്കുന്നവരാ. ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ജനിച്ച് വളർന്നത്. പക്ഷേ ഒരുപക്ഷെ പല മാസങ്ങളായി, ചില വർഷങ്ങളായി അവൻ ഈ ദേവാലയത്തിനകത്ത് ഏലി പുരോഹിതന് ശുശ്രൂഷിക്കുകയും പെട്ടകത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങുകയും ചെയ്തിട്ടും അന്ന് വരെ യഹോവയെ അവൻ അറിഞ്ഞില്ല. ഒരുപക്ഷെ പാസ്റ്റേഴ്സിൻ്റെ, ശുശ്രൂഷകരുടെ മക്കളായി, വിശ്വാസികളുടെ മക്കളായി വളരുന്ന കുഞ്ഞുങ്ങൾക്ക്, ആൺപിള്ളേരാകാം പെൺപിള്ളേരാകാം, അവർക്ക് ആദ്യകാലങ്ങളിൽ അവർ വളരുമ്പോൾ ഒരു ദൈവിക സ്പർശനമോ ദൈവശബ്ദം കേൾക്കുകയോ ദൈവത്തിൽ നിന്ന് അനുഭവം ഉണ്ടാകുകയോ ദൈവത്തെ അറിയുകയോ ചെയ്യണമെന്നില്ല. പക്ഷെ അപ്പോഴും അവർ യഹോവൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്നൊക്കെയുള്ള ഈ വചനങ്ങൾ 23-ാം സംഘത്തിനെല്ലാം ബൈഹാർട്ട് പറയും, പാട്ട് പാടും, പല പരിപാടിയും ചെയ്യും. പക്ഷെ പേഴ്സണൽ ടച്ച് കിട്ടിയിട്ടില്ല.
അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക്, ചിലർ വിചാരിക്കും എൻ്റെ മക്കൾ വിശ്വാസത്തിൽ ജനിച്ചത് അതുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വാസികളാണ്. അങ്ങനെ ചിന്തിക്കരുത്. പണ്ടൊരാൾ പറഞ്ഞു, ഒരു കാർ ഷെഡ്, ഗരാജ്, ഒരു വണ്ടി കയറ്റിയിടുന്ന കാർ ഷെഡിൽ ഒരു പട്ടി പ്രസവിച്ചു എന്നതുകൊണ്ട് അത് കാറായിട്ട് മാറും. പട്ടിയുടെ കുഞ്ഞ് പട്ടിക്കുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് വിശ്വാസിയാകണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എല്ലാ വിശ്വാസികളായ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തിൽ നിന്നും ചില എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ കുഞ്ഞ് ഞാൻ നിന്നെ അറിഞ്ഞതുപോലെ അറിയണം. 3 വയസ്സായി, 3.5 വയസ്സായി, 7 വയസ്സായി. എൻ്റെ കർത്താവെ, അവനൊന്ന് വിളിക്കണേ, അവനൊന്ന് തുടരണമേ. പേഴ്സണലായി അവർക്കുണ്ടാകണം. അതല്ലാതെ ക്രിസ്ത്യാനികളുടെ മക്കളെല്ലാം ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ ചിന്തിക്കരുത്. വിശ്വാസികളുടെ മക്കളെല്ലാം വിശ്വാസികൾ എന്ന് ചിന്തിക്കരുത്. പേഴ്സണലായി ഒരു ടച്ച് ഉണ്ടാകണം. നെഹമായ്ക്കഥ ഉണ്ടായി, ഏമിക്കഥ ഉണ്ടായി. ആ ഘട്ടങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചെന്ന് ഏലിക്ക് മനസ്സിലായി. 3 പ്രാവശ്യം ഈ ചെറുക്കൻ ഇങ്ങനെ വന്ന് എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജർ എന്ന് പറയുമ്പോൾ ഏലിക്കൊരു കാര്യം മനസ്സിലായി, താനല്ല വിളിച്ചത്, ദൈവമാണ് അവനെ വിളിച്ചത്. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. ഐ ബിക്കം ഇമോഷണൽ. ഈ 3 പ്രാവശ്യം സംഭവിച്ചു. ഏലിക്ക് മനസ്സിലായ ദൈവമാണ്, ദൈവം ഈ മോനെ വിളിക്കുകയാണ്. അപ്പം ഇനി വിളിക്കുവാണെങ്കിൽ ഉടനെ പറയണം, അടിയനിതാ അരുളി ചെയ്യണേ എന്നങ്ങ് റെസ്പോണ്ട് ചെയ്തേക്കാൻ, പ്രതികരിച്ചേക്കാൻ. അപ്പോൾ ബാക്കി വരും. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. 4-ാം പ്രാവശ്യമാണ് പുരോഹിതൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലായത്, ഇത് മനുഷ്യ ശബ്ദമല്ല, ദൈവശബ്ദമാണ്. This boy Samuel heard the voice of God, but he never recognized it. ഈ ബാലൻ ദൈവശബ്ദം കേട്ടെങ്കിലും അത് തിരിച്ചറിഞ്ഞില്ല. നമുക്ക് സംഭവിച്ചിട്ടില്ലേ? നമുക്ക് സംഭവിക്കാറില്ലേ? അനേക ദൈവശബ്ദങ്ങൾ തിരിച്ചറിയാതെ പാഴായിപ്പോയി. 3 പ്രാവശ്യത്തെ ദൈവശബ്ദം പാഴായിപ്പോയി. 4-ാം പ്രാവശ്യമാണ് അവൻ അതിൽ കയറി പിടിച്ച് തിരിച്ചറിഞ്ഞത്. അതും തൻ്റെ മെൻറ്ററെ പോലെ, തൻ്റെ പിതാവിനെ പോലെ, ഒരു സ്പിരിച്വൽ ഫാദറെ പോലെ നിൽക്കുന്ന താൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇറ്റ് വാസ് ഗാഡ് ഹു കോൾഡ് മീ തിരിച്ചറിഞ്ഞത്. കൈയുയർത്തി പ്രാർത്ഥിക്കും, ദൈവമേ നിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ എന്നെ ഒന്ന് സഹായിക്കണേ. കമൻറ്റ് സെക്ഷനിലേക്ക് ഇപ്പോൾ തന്നെ പോയി ടൈപ്പ് ചെയ്യുക, ദൈവമേ നിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. പല പ്രാവശ്യം ടൈപ്പ് ചെയ്യാം, പലരും ടൈപ്പ് ചെയ്യാം. ഫാദർ ഹെൽപ്പ് മീ ടു റെക്കഗ്നൈസ് യുവർ വോയിസ്. നിന്റെ ശബ്ദം തിരിച്ചറിയാൻ. ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ നിത്യവും അവൻ ഏലി പുരോഹിതൻ ശമൂവേലേ ഒരു ദിവസം ഒരുപക്ഷെ 110 പ്രാവശ്യം വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പം അവൻ വിചാരിച്ചത് അത് തന്നെയാണിത്. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ബാലൻ ദൈവശബ്ദം കേട്ടപ്പോൾ മനുഷ്യ ശബ്ദമെന്ന് തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ ഏകദേശം ഒരു പുരുഷൻ്റെ ശബ്ദം പോലെ ആയിരുന്നിരിക്കാതെ കേട്ടത്. എന്നാൽ അത് തിരിച്ചറിയാൻ തനിക്ക് ആദ്യം സാധിച്ചില്ലെങ്കിലും പിന്നീട് സാധിച്ചു. തുടർന്ന് അനേക പ്രാവശ്യം, അതൊരു ഓപ്പണിംഗ് ആയിരുന്നു, അതിനുശേഷം അനേക പ്രാവശ്യം ദൈവശബ്ദം കേട്ടു. ഞാനിത് കൂടെ പറയാറുണ്ട്. ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകനെന്ന് പേരെടുക്കുകയും തൻ്റെ വായിൽ നിന്നും അരുളി ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നുപോലും
പാഴാകാതെ നിറവേറാതെ പോയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പക്ഷെ എൻ്റെ തുടക്കം എവിടെയായിരുന്നു? ബാലനായിരുന്ന സമയത്ത് പെട്ടകത്തിനരിയിൽ കിടന്നുറങ്ങുമ്പോൾ, ദൈവസാന്നിധ്യത്തിൽ കിടക്കുമ്പോൾ അവൻ ദൈവശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞത് അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. അവൻ്റെ പ്രവാചക ശുശ്രൂഷ അവിടെ ആരംഭിച്ചു. ആരോടൊക്കെയോ കർത്താവ് പറയും, നിങ്ങൾ ചിലരെ കർത്താവ് ചില ദർശകന്മാരാക്കി, പ്രവാചകന്മാരാക്കി മാറ്റാൻ പോവുക. ഈ കാലഘട്ടത്തിൻ്റെ പ്രവചന ശബ്ദമായി, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തിന് കൊടുക്കുന്ന വ്യക്തിത്വമാക്കിയൊക്കെ ചിലരെ ദൈവം മാറ്റാൻ പോവുക. ആർ യു റെഡി? ആർ യു റെഡി? പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. അതിൻ്റെ ക്ലാരിറ്റിയിലേക്ക് വരാമെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ചിലരൊക്കെ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സഭകളുടെയും നാടുകളുടെയും ദേശങ്ങളുടെയൊക്കെ പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചെന്നിരിക്കും നാളുകളിൽ. അതിനെ ഷാർപ്പൺ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. കൈനീട്ടാമോ? കർത്താവെ, ദൈവശബ്ദം തിരിച്ചറിയാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചില രോഗബാധകൾ, രോഗശക്തികൾ, ദുരാത്മാക്കൾ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. കൈനീട്ടി പിടിക്കാം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പല ശരീരങ്ങളിലേക്കും കരങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇലക്ട്രിക് പവർ പോലെ സ്പർശിക്കട്ടെ. ഇരിക്കുന്ന സ്ഥലത്ത്, കസേരയിൽ നിൽക്കുന്ന സ്ഥലത്ത്, എവിടെയാണ് അവിടെ ദൈവിക സ്പർശനമുണ്ടാകട്ടെ. ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു പോകട്ടെ. കുടലിനകത്തുള്ള കുരുക്കൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് മോർണിംഗ് ഗ്ലോറി. ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കണം, നോട്ട്സ് എഴുതണം, നോട്ട്സ് പഠിപ്പിച്ചു കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.